ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 4 വേർഡ്സിനെ പറ്റിയിട്ടാണ്. അത് നമ്മളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 4 കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്സ്, ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സെക്ഷൽ ഓറിയന്റേഷൻ. ഈ 4 വേർഡ്സിനെ പറ്റിയിട്ടാണ്. ഇത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഈ വീഡിയോയിലൂടെ. സോ എന്താണ് ബയോളജിക്കൽ സെക്സ്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വെച്ചിട്ടാണ് നമ്മൾ ആ സെക്സ് അസൈൻ ചെയ്യുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വജൈന ആണ് എന്നുണ്ടെങ്കിൽ അസൈൻഡ് ഫീമെയിൽ അറ്റ് ബർത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ആ കുഞ്ഞിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പെനിസ് ആണ് എന്നുണ്ടെങ്കിൽ അസൈൻഡ് മെയിൽ അറ്റ് ബർത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ആ കുഞ്ഞിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വജൈന ആയിട്ടോ പെനിസ് ആയിട്ടോ ഡെവലപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്റർസെക്സ് എന്നാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. അതായത് ഫീമെയിൽ, മെയിൽ ആൻഡ് ഇന്റർസെക്സ്. അപ്പോൾ അതാണ് നമ്മൾ ബയോളജിക്കൽ സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി എന്താണ് ജെൻഡർ എന്ന് നമുക്ക് നോക്കാം. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും റോൾസും ഒക്കെ അടങ്ങിയതാണ്. അതായത് ഒരു മെയിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ ഡ്രസ് ചെയ്യണം, ഇന്ന റോൾസ് ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഒരു ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം, ഇന്നതൊക്കെ ആയിരിക്കണം എന്നുള്ള സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള നോംസും ബിഹേവിയേഴ്സും റോൾസും ഒക്കെ അടങ്ങിയതാണ് നമ്മൾ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഓരോ സൊസൈറ്റി അനുസരിച്ച് അതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലഘട്ടങ്ങൾ അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എന്താണ് ജെൻഡർ ഐഡന്റിറ്റി? ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ സെക്സ് അസൈൻ ചെയ്യുന്നത് അതിന്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ വെച്ചിട്ടാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ വെച്ചിട്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, മെയിൽ, ഫീമെയിൽ, അതുപോലെ ഇന്റർസെക്സ് ആയിട്ട്. എന്നാൽ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസിയേഷനിലായിരിക്കണം എന്നില്ല. അതായത് അവർക്ക് ഇതിനോട് യോജിച്ചു പോകുന്ന ചിന്തകളും ഉണ്ടാവാം, ഇതിനോട് എഗൻസ്റ്റ് ആയിട്ടുള്ള ചിന്തകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉള്ള ഒരു പെനിസ് ഉള്ള ഒരു കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ നമ്മൾ അസൈൻഡ് മെയിൽ എന്ന് അറ്റ് ബർത്ത് നമ്മൾ അസൈൻ ചെയ്യും. അതാണ് ആ കുട്ടിയുടെ സെക്സ്. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി മെയിൽ ആ ബോഡിയിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയിൽ ആ ഒരു ഐഡന്റിറ്റിയിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ജെൻഡറിലാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ, അതാണ് ആ കുട്ടിയുടെ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എന്നാൽ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉള്ള ഒരാള് ആ മെയിൽ ബോഡിയിൽ കംഫർട്ടബിൾ ആണ്, അവരുടെ ഐഡന്റിറ്റിയിൽ അവർ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഐഡന്റിറ്റി. അപ്പോൾ ഇത് പല തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല ജെൻഡറുകളിൽ അവർക്ക് ആ ഐഡന്റിറ്റി മാറാനുള്ള സാധ്യതയുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇന്റേണൽ സെൻസ് ഓഫ് ഐഡന്റിറ്റിയാണ്. അവർ ഏതിലാണ് കംഫർട്ടബിൾ, അത് ഏതാണ്, എങ്ങനെയാണ് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ജെൻഡർ ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ജെൻഡർ ഐഡന്റിറ്റി അവരുടെ അസൈൻഡ് സെക്സുമായിട്ട് യോജിച്ച് പോകാം, അല്ലെങ്കിൽ അതുമായിട്ട് വ്യത്യാസമായിട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇനി നമുക്ക് സെക്ഷൽ ഓറിയന്റേഷനിലേക്ക് വരാം. എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ? ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്ന ഇമോഷണലി, റൊമാൻറ്റിക് ആൻഡ് സെക്ഷൽ അട്രാക്ഷനെയാണ് നമ്മൾ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആരോടാണ് ഓറിയന്റഡ്, ആരോടാണ് അട്രാക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ് സെക്ഷൽ ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല തരത്തിലുള്ളതുണ്ട്. അതായത് ഹോമോസെക്ഷൽ ഉണ്ട്, അതായത് സെയിം ജെൻഡറിലുള്ളവരോട് സെക്ഷലി, ഇമോഷണലി, റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആവുന്നതാണ് ഹോമോസെക്ഷൽ. ഹെട്രോസെക്ഷൽ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് തോന്നുന്നതാണ്. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ 2 പേരോടും, അതായത് സെയിം ജെൻഡറിലുള്ളവരോടും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോടും സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതാണ്. ഇനി എസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ആരോടും സെക്ഷൽ അട്രാക്ഷൻ തോന്നാത്ത ആൾക്കാരുമുണ്ട്. അതാണ് എസെക്ഷൽ എന്ന് പറയുന്നത്. സോ ഈ 4 വേർഡ്സും ഇപ്പോൾ ഇതിലൂടെ ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ എസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം.